വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാൽക്കം പൗഡർ വെച്ചിട്ടുള്ള 5 ബ്യൂട്ടി ഹാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടാൽക്കം പൗഡർ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ എടുക്കുക. ഫസ്റ്റ് ഹാക്ക് എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും നമ്മൾ ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇട്ടതിന് ശേഷം ഈ ചൂട് സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മേക്കപ്പൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹാക്കാണ് ടാൽക്കം പൗഡർ യൂസ് ചെയ്യുക എന്നുള്ളത്. ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ബേസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലൊരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പഞ്ചോ യൂസ് ചെയ്തിട്ട് നമുക്ക് ടാൽക്കം പൗഡർ വെച്ച് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഈ ഒരു ഹാക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. ഇനി നമ്മുടെ സെക്കൻഡ് ഹാക്ക് നോക്കിയാലോ. ഈ ഒരു ഹാക്കിൽ നമ്മുടെ ടാൽക്കം പൗഡർ ഐ ലാഷസിലാണ് യൂസ് ചെയ്യുന്നത്. ടാൽക്കം പൗഡർ നമ്മുടെ ഐ ലാഷസിൽ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഐ ലാഷസ് കുറച്ചും കൂടെ തിക്കായതായിട്ടും കുറച്ചും കൂടെ വോളിയം വന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഈ ഒരു ഹാക്കിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം നമുക്ക് ടാൽക്കം പൗഡർ മതിയാകും. അതിനുശേഷം ഇതുപോലെ വിരലിലേക്ക് എടുത്തു കൊടുക്കാം. ഇനി നമ്മുടെ ഐ ലാഷസിലേക്ക് വെറുതെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ വെറുതെ ഒന്ന് നമ്മുടെ ഐ ലാഷസിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം മസ്കാരയും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് നമുക്ക് തോന്നിപ്പിക്കും. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാക്ക്. നമ്മുടെ ഐ ലാഷസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേർഡ് ഹാക്ക് നമുക്ക് നോക്കാം. അടുത്ത ഹാക്ക് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാക്കാണ്. ഇതുപോലുള്ള ക്രീമി ലിപ്സ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അധികം ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ലിപ്സ്റ്റിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ് നമ്മുടെ ഈ ഒരു ഹാക്ക്. നമ്മുടെ ഈ ഒരു ക്രീമി ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ടാൽക്കം പൗഡർ അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ക്രീമി ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു ഹാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ നാലാമത്തെ ഹാക്ക് നമുക്ക് നോക്കിയാലോ. അടുത്ത ഹാക്ക് വന്നിട്ട് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് തലയിൽ ഒത്തിരി ഓയിലൊക്കെ പുരട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് ഒട്ടിക്കിടക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഹെയറിൽ ഒത്തിരി ഓയിലുണ്ട് എങ്കിൽ ഇതുപോലെ ടാൽക്കം പൗഡർ എടുത്തതിന് ശേഷം ഓരോ പോർഷനായിട്ട് എടുത്ത് നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് ടാൽക്കം പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ അവസാനത്തെ ഹാക്കാണ് നോക്കുന്നത്. കാജൽ യൂസ് ചെയ്യുന്ന ഒരു ഹാക്കാണ്. ഇതുപോലുള്ള വാട്ടർ പ്രൂഫ് അല്ലാത്ത കാജൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം തന്നെ നന്നായിട്ട് നമ്മുടെ കണ്ണിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്പ്രെഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടാൽക്കം പൗഡർ ഹാക്കാണ് ഞാൻ ഈ ഒരു അവസാനത്തെ ഹാക്കിൽ പറയുന്നത്. നമ്മൾ കാജൽ യൂസ് ചെയ്തതിന് ശേഷം അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാജൽ ഇട്ടതിൻ്റെ തൊട്ട് താഴേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കാജൽ അങ്ങനെ തന്നെ സെറ്റായിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ഹിമാലയയുടെ കാജൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ ആ ഒരു കാജൽ യൂസ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എപ്പോഴും ഈ കാജൽ യൂസ് ചെയ്യുന്ന സമയത്ത് ടാൽക്കം പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കാജൽ ഏകദേശം 7-8 മണിക്കൂർ വരെ നന്നായിട്ട് സെറ്റായിട്ട് തന്നെ ഇരിക്കും. അടുത്ത് നിങ്ങൾ ഇതുപോലെ സ്പ്രെഡ് ആകുന്ന കാജൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള 5 ഹാക്സ് ഇത്രയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.